ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്നത് അന്വേഷിക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ ഉടൻ ജില്ലയിൽ. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കുട്ടിയെ വിദഗ്ധ സംഘം ഇന്ന് പരിശോധിക്കും. 11 മണിക്ക് കുഞ്ഞിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ ഡിഎംഒ മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഡിഎംഒ ആരോഗ്യവകുപ്പിന് കൈമാറി. സ്വകാര്യ ലാബുകൾക്ക് വീഴ്ചയുണ്ടായതായാണ് റിപ്പോർട്ടിൽ പരാമർശം. വിവരങ്ങളുമായി ശരത് എസ് ചേരുന്നു. ശരത്, കുഞ്ഞിന് ചികിത്സ നൽകുന്നത് സംബന്ധിച്ച് ഇപ്പോഴെടുക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെ പോകുന്നു? സുജയ, നിലവിലിപ്പോൾ അല്പസമയത്തിനകം വിദഗ്ധ സംഘം ആലപ്പുഴയിലെത്തും. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ് ഈ വിദഗ്ധ സംഘം എത്തുക. ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ഇവരാണ് ഇക്കാര്യം പരിശോധിക്കുന്നത്. ഒപ്പം ഈ കുട്ടിയുമായി പിതാവിനോട് ഇത്തരത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും കുട്ടിയുടെ നിലവിൽ ആരോഗ്യനില പരിശോധിക്കുക കൂടി സംഘം ചെയ്യുമെന്നുള്ളതാണ്. ഒപ്പം ഈ ഡോക്ടർമാർക്ക് എന്തൊക്കെ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുക. അതായത് ഈ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റുമാർ ഇത്തരത്തിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരം വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ അത്തരം കണ്ടെത്തലുകളില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ലാബ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത്? അസാധാരണ വൈകല്യം ഉണ്ടായിട്ട് പോലും 7 തവണ സ്കാനിംഗ് നടത്തിയിട്ട് പോലും അത്തരമൊരു റിപ്പോർട്ട് എന്തുകൊണ്ട് ഈ ലാബിൽ നിന്ന് പുറത്തു വന്നില്ല, അല്ലെങ്കിൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഘം പരിശോധിക്കുന്നത്. ആ രീതിയിൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കാണോ അതല്ല ഇത്തരത്തിൽ ലാബിൽ സ്കാനിംഗ് നടത്തിയ റേഡിയോളജിസ്റ്റുമാർക്കാണോ വീഴ്ച സംഭവിച്ചതെന്നും ഈ സംഘം പരിശോധിക്കും. എന്തായാലും സംഭവം വളരെ ഗൗരവമായി തന്നെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നത്. നിലവിൽ എന്തായാലും പോലീസ് ഈ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരുന്നെങ്കിലും ഈ ആരോഗ്യവകുപ്പ് ഡോക്ടർമാർക്കെതിരെ ഒന്നും തന്നെ നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലേക്ക് ആയിരിക്കും ഇനിയിപ്പോൾ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഒപ്പം ഈ ലാബുകൾക്ക് വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ട് കൂടി ഡിഎംഒ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായി നൽകിയിട്ടുണ്ട്. അക്കാര്യം കൂടി പരിഗണിക്കും. ആ രീതിയിൽ ലാബുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലാബുകളുടെ ലൈസൻസ് ഉൾപ്പെടെ തുടരണമെന്ന കാര്യം കൂടി ഈ അന്വേഷണ സംഘം പരിശോധിക്കും. അക്കാര്യം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ച റിപ്പോർട്ടായിരിക്കും ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൈമാറുക. ഈ ഡിസംബർ 3 റിപ്പോർട്ട് കൈമാറുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സുജയ.